ഹലോ നമസ്കാരം. കെ സ്മാർട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മളെ ക്യാപ്ചർ ലൊക്കേഷൻ. ഒരുവിധം കെ സ്മാർട്ട് ബന്ധപ്പെട്ട് ഡ്രോയിങ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും. ഇപ്പോൾ അധികം ആളുകൾ അത് സ്കിപ്പ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇനിയുള്ള അവസരങ്ങളിൽ, ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇത് മസ്റ്റായിട്ടും നമ്മൾ ഇതിൽ ഡ്രോ ചെയ്യേണ്ടതാണ്. അതായത് കമ്പ്യൂട്ടറിന് നമ്മളെ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു GPS സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് നമ്മുടെ പ്ലോട്ടിൽ ഇത് ഡ്രോയിങ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു സെർച്ച് ബട്ടൺ ഉണ്ട്. അവിടെ വന്നിട്ട് നിങ്ങളെ സ്ഥലം ഏതാണോ വെച്ചാൽ മെയിൻ സ്ഥലത്തിൻ്റെ പേര് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഷൊർണൂർ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യണം. അപ്പോൾ അതിൽ തന്നെ ഒരു ഏരിയയുടെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ടാവും, ലൊക്കേഷൻ എവിടെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഷൊർണൂരിൽ നിന്ന് ഏകദേശം ഒരു ഒഴിഞ്ഞ സ്ഥലം, അതായത് ഷൊർണൂർ ടൗണാണിത്. ടൗണിൽ നിന്ന് ഒരു പോക്കറ്റ് റോഡ് കയറി വരുന്നുണ്ട്. അവിടെ ഒരു വാക്കൻ്റ് പ്ലോട്ട്, ഇതാണ് നമ്മളെ സ്ഥലം എന്ന് വിചാരിച്ചത്. അപ്പം നമുക്കൊരു 5 സെൻറ്റ് സ്ഥലം ആണ് ഉള്ളത്. ഇതിലാണ് നമ്മളെ ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഏരിയ എത്രയാണെന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ സ്ക്രോൾ ബട്ടൺ നേരെ താഴ്ത്തിക്കാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ക്യാപ്ചർ പ്ലോട്ടുണ്ട്, പ്രിൻ്റും ഉണ്ട്. നമ്മൾ ഇതൊക്കെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് പ്രിൻ്റ് ഔട്ട് കിട്ടും ഇതിൽ ചെന്ന് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്യാപ്ചർ പ്ലോട്ടിൽ പോവാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബോക്സ് ഓപ്പൺ ആവും. അതിൽ സെറ്റിങ്സിൽ സെലക്ട് ഉണ്ട്, ക്രിയേറ്റ് ഫീച്ചേഴ്സ്, അതിൽ പ്ലോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, നമ്മളെ പ്ലോട്ട് നമ്മളൊന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക, വരയ്ക്കാൻ പാകത്തിന്. എന്നിട്ട് ഇതിനൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ പ്ലോട്ടില്ലേ, ഈ പ്ലോട്ടിൽ ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരയ്ക്കാനുള്ളൊരു ടൂള് റെഡി ആയിട്ടുണ്ടാവും. റൗണ്ട് ബോൾ പോലെ. അപ്പോൾ നമ്മൾ ഒരു 5 സെൻറ്റ് സ്ഥലം നമ്മളിവിടെ വരയ്ക്കാൻ പോവാണ്. റോഡിൽ നിന്ന് നേരെ ഇവിടെ വരിക, ഇവിടെ നിന്ന് ഇങ്ങനെ വരിക, ഇങ്ങനെ മൗസിൽ ക്ലിക്ക് ചെയ്യണം കേട്ടോ നമ്മളെ ഓരോ ബൗണ്ടറിയും. അപ്പോൾ ഓക്കെ, ഇത് എങ്ങനെ വേണമെങ്കിലും ചെയ്യട്ടെ. ഇങ്ങനെയുള്ള പോർഷൻ ആണെങ്കിൽ എങ്ങനെയും ചെയ്യാം. കറക്റ്റ് റെക്ടാങ്കിളോ അല്ലെങ്കിൽ സ്ക്വയർ ആണെങ്കിൽ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. അല്ലെങ്കിൽ ചെറിയ കട്ടിങ് ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മൾ റെക്ടാങ്കിൾ അല്ലെങ്കിൽ ഒരു സ്ക്വയർ പ്ലോട്ട് ആണെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റായും കിട്ടിയിരിക്കുക. അപ്പോൾ നമ്മളിവിടെ പ്ലോട്ട് നെയിം കൊടുക്കണം. അപ്പോൾ എൻ്റെ ഒരു പ്ലോട്ടാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ഞാൻ കൊടുത്തു, സുജിത്ത് എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് നമ്മൾ നേരെ സ്ക്രോൾ ചെയ്യാം. ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 3.65 വിചാരിക്കാം. എന്നിട്ട് അടുത്ത് ക്രിയേറ്റ് ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ ഈ വരച്ചിരിക്കുന്നത് നമുക്കൊരു മെഷർമെൻ്റ് ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചിട്ടുണ്ട്. പിന്നെ അത് 5 സെൻറ്റിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ സെലക്റ്റിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇവിടെ മാപ്പിൻ്റെ ഒരു മാപ്പ് ID ഉണ്ട്, കാണാമല്ലേ, M0902-4909299 അങ്ങനെയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ 5 സെൻറ്റാക്കി മാറ്റാം. അപ്പോൾ ഇവിടെ ഇത് നമ്മൾ കൊടുത്തിരിക്കുന്ന എത്ര സെൻറ്റാന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് പ്രസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്ക്രോൾ ബട്ടൺ നേരെ താഴ്ത്തുകൊണ്ട് കഴിഞ്ഞാൽ അതിൻ്റെ പ്ലോട്ട് ID, പ്ലോട്ട് ഏരിയ ഇൻ സ്ക്വയർ മീറ്റർ. 5 സെൻറ്റ് എന്ന് പറയുന്നത് 202 m² ആണ്. അപ്പോൾ അതിൽ കൂടുതലുണ്ട്, അതായത് ഒരു 10, 11, 12 സെൻറ്റിൻ്റെ മേലെ വരുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ ഒന്ന് ചെറുതാക്കണം. അപ്പോൾ നമ്മളിവിടെ വരിക, ഇവിടെ വന്നിട്ട് ഇതിനൊന്ന് ഇങ്ങനെ കുറച്ച് കൊടുക്കുക. ഇവിടെ ഈ ആരമാർക്ക് ഇവിടെ ഒന്ന് കുറച്ച് കൊടുക്കുക, ഇവിടെ നിന്നിട്ട് ഇവിടെ നിന്ന് കുറച്ച് കൊടുക്കുക. അപ്പോൾ 5 സെൻറ്റിന് കേസായി വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഏകദേശം എത്ര സെൻറ്റാണെന്ന് നോക്കി നോക്കുക. അതിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്ഡേറ്റ് എന്നുള്ള ബട്ടൺ ഉണ്ടാവും, അതിൽ പ്രസ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഈ ഒരു ഒബ്ജക്റ്റിനെ ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഇവിടെ സ്ക്രോൾ ബാർ വന്നിട്ട് നേരെ താഴ്ത്തി വെക്കുമ്പോൾ 224 കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് 202 ആണ്, 202. അപ്പോൾ ഒന്നും കൂടി ഇതിനെ ഒന്ന് ചെറുതാക്കി കൊടുക്കുക, ജസ്റ്റ് ഒന്ന് ചെറുതാക്കിയാൽ മതി, രണ്ട് സൈഡിൽ നിന്ന് കുറേശ്ശെ. എന്നിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യുക.
അപ്പോൾ ഇവിടെ ഇങ്ങനെ അപ്ഡേഷൻ നടക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഒന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ നോക്കിയണ്ട 214. അപ്പോൾ നമുക്ക് 202 കറക്റ്റ് ആവണമെന്നില്ല, 200 മതി. അപ്പോൾ ഒന്നുകൂടി നമ്മൾ ഇവിടെ വന്നിട്ട് ഒന്ന് ചെറുതാക്കുക. ഇത് ഏകദേശം ആയിട്ടുണ്ടാവും. ഇവിടെ അപ്ഡേറ്റ് കൊടുക്കുക. ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. സ്ക്രോൾ ബട്ടൺ നേരെ താഴത്തേക്ക് കൊണ്ടുവരാം. 195.94. അപ്പോൾ നമുക്ക് ഒരു പൊടിക്ക് ഒന്നുകൂടി ഒന്ന് വലുതാക്കുക, അപ്ഡേറ്റ് ചെയ്യാം. ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. 200. അപ്പോൾ 200 വന്ന് നിന്നുണ്ട്. അപ്പോൾ ഏകദേശം അത് മതിയാവും. 200 വന്നിട്ട് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മളെ മാപ്പിൽ അല്ലെങ്കിൽ നമ്മളെ പ്ലോട്ടിൽ നമ്മളൊരു പ്ലോട്ട് ഐഡന്റിഫിക്കേഷൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇതിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഡിസ്ട്രിക്ട് പാലക്കാടോ, താലൂക്ക് ഒറ്റപ്പാലം, വില്ലേജ് ഷൊർണൂർ ഉണ്ടോ, അത് നമ്മൾ അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇങ്ങനെ വരും. എയർപോർട്ട് സോൺ ഡീറ്റെയിൽസ്, കോഴിക്കോട് എയർപോർട്ട് സോൺ ആണ് നമ്മൾ വരുന്നത്. എയർപോർട്ട് സോൺ കളർ ബ്ലൂ സോൺ, മാക്സിമം പെർമിസിബിൾ ഹൈറ്റ് ഇൻ മീറ്റേഴ്സ് 204, വെദർ NOC റിക്വയർഡ് ഫ്രം AAI നോ, റെയിൽവേ സോൺ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്, നോ. ഡിസ്റ്റൻസ് ഫ്രം റെയിൽവേ സോൺ ഇൻ മീറ്റേഴ്സ് ഉണ്ടോ, 113.85, വെദർ NOC റിക്വയർഡ് ഫ്രം റെയിൽവേ നോ. കോസ്റ്റൽ റെഗുലേഷൻ സോൺ ഡീറ്റെയിൽസ് അത് ഇതിൽ പോയിട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ CRZ സോൺ, നോട്ട് ഇൻ CRZ സോണിലാണ് കിടക്കുന്നത്. പിന്നെ CRZ മാപ്പ് നമ്പർ 0 ആണ്. ഡിസ്റ്റൻസ് ഫ്രം ഹൈറ്റ് ടൈൽ ലൈൻ ഇൻ മീറ്റേഴ്സ് 32,966.18 ആണ്. ഇലക്ട്രിക് ട്രാൻസ്മിഷൻ ലൈൻ ഡീറ്റെയിൽസ് ഇൻ കിലോ വാൾട്ട്, അതായത് നോ EHT ലൈൻ ക്രോസിംഗ്. അപ്പോൾ ഇതിൽ ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ അവർ പറയുന്നുണ്ട്. ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയ DDMA വയനാട്, ഡിസ്റ്റൻസ് ഫ്രം ലാൻഡ് സ്ലൈഡ് ഏരിയ വയനാട് ഇൻ മീറ്റേഴ്സ് എബോവ് 1 കിലോമീറ്റർ ഫ്രം ലാൻഡ്സ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു പ്ലോട്ടിൽ നമ്മൾ ഡ്രോയിങ് ചെയ്യേണ്ടത്. അപ്പോൾ എന്നിട്ട് ഇനി എന്ത് വേണമെന്ന് പറയാം. ഇനി നമുക്ക് ഇതിനെ പ്രിന്റ് ചെയ്യണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ഒന്ന് വൈഡാക്കി കൊടുക്കുക. എന്നിട്ട് പ്രിന്റിൽ പോവാം. പ്രിന്റിൽ വന്നിട്ട് ഇവിടെ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, ടെംപ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അഡ്വാൻസ്ഡ് പോയി കഴിഞ്ഞാൽ മാപ്പ് പ്രിന്റിങ് എക്സ്റ്റൻഷൻ എന്നിട്ട് കൊടുത്തിട്ടുണ്ട്. അക്വയർ മാപ്സ് സ്കെയിൽ, സെറ്റ് മാപ്പ് സ്കെയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓരോന്ന് മൈൽസ്, പ്രിന്റ് ക്വാളിറ്റി 90 കൂട്ടുന്നുണ്ട്, കൂട്ടുക, അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ വയ്ക്കും. ഓക്കെ, ഇത് പ്രിന്റ് റിസൾട്ടാണ്. നമ്മൾ പ്രിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിലായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ പ്രിന്റ് ടെംപ്ലേറ്റിൽ പോയിട്ട് മാപ്പ് പ്രിന്റിങ് എക്സ്റ്റൻസ്, അപ്പോൾ ഇതിൽ പ്രിവ്യൂ പ്രിന്റ് എക്സ്റ്റൻസിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് ഹൈഡായ പോലെ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് നമുക്ക് കാണാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പ്രിന്റിൽ കൊടുക്കുക. പ്രിന്റിൽ കൊടുത്തു കഴിഞ്ഞാൽ പ്രിന്റ് റിസൾട്ടിൽ വരും. അപ്പോൾ അതിങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആർക്ക് GIS വെബ് മാപ്പ് ഓക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കുണ്ട് ഇങ്ങനെ ഒരു മാപ്പായിരിക്കും നമുക്ക് കിട്ടുക. M090 200-49-09-299 ലൈസൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പേരും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നമ്മൾ ഡീറ്റെയിൽ അടിക്കാത്തതുകൊണ്ടാണ് അതിലൊന്നും വരാത്തത്. ടൈപ്പ് എന്താണെന്നുള്ളത് വരും. പിന്നെ ജനറൽ ഡീറ്റെയിൽസ്, പ്ലോട്ട് ID വന്നിട്ടുണ്ട്. പ്ലോട്ട് ഏരിയ 200 ഉണ്ടോ, 200 m². ഡിസ്ട്രിക്ട് പാലക്കാട്, താലൂക്ക് ഒറ്റപ്പാലം, വില്ലേജ് ഷൊർണൂർ, ലോക്കൽ ബോഡി ഷൊർണൂർ, പ്രൊജക്ട് നെയിം സുജിത്ത്. പിന്നെ എന്താണ് ചെയ്തിരിക്കുന്നത്, ജിയോ സ്പെഷ്യൽ റെഗുലറൈസേഷൻ, അതിൽ കോസ്റ്റൽ റെഗുലൈസേഷൻ സോൺ നോട്ട് ഇൻ CRZ സോൺ. പിന്നെ മാപ്പ് ID കോസ്റ്റൽ റെഗുലേഷൻ സോൺ മാപ്പ് ID 0. ഡിസ്റ്റൻസ് മീറ്റർ ഫ്രം HTL ഹൈ ടെൻഷൻ ലൈനിലാണ് പറയുന്നത് 32,966.18. എയർപോർട്ട് സോൺ ആണോ എന്ന് ചോദിക്കുന്നത്. സോൺ നെയിം കോഴിക്കോട് എയർപോർട്ട് സോൺ ആണ്. സോൺ കളർ ബ്ലൂ സോൺ. മാക്സിമം അലൗഡ് ബിൽഡിംഗ് ഹൈറ്റ് എന്ന് പറയുന്നത് 204 ആണ്. വെദർ NOC റിക്വയർഡ് ഫ്രം AAI നോ. അടുത്തത് റെയിൽവേ സോണിനെ കുറിച്ചിട്ടാണ്. ഇൻക്ലൂഡഡ് ഇൻ റെയിൽവേ സോൺ നോ. ഡിസ്റ്റൻസ് ഇൻ മീറ്റേഴ്സ് ഫ്രം റെയിൽവേ ലാൻഡ് 113.
8.5 ഉണ്ടോ. അപ്പോൾ റെയിൽവേൻ്റെ ഒക്കെ അടുത്താണെങ്കിൽ 50 മീറ്റർ അല്ലെങ്കിൽ 30 മീറ്റർ കുറവാണെന്നുണ്ടെങ്കിൽ ഇത് റിജക്റ്റ് ആവുന്നതായിരിക്കും. വെദർ NOC റിക്വയർഡ് ഫ്രം റെയിൽവേ നോ. പിന്നെ ലാൻഡ് സ്ലൈഡിംഗ് ഫ്രം ഏരിയ DDMA വയനാട്. ഡിസ്റ്റൻസ് ഇൻ മീറ്റേഴ്സ് ഫ്രം ലാൻഡ് സ്ലൈഡ് സോൺ എബോവ് 1 കിലോമീറ്റർ ഫ്രം ലാൻഡ് സ്ലൈഡ് സോൺ വയനാട്. എക്സ്ട്രാ ഹൈ ടെൻഷൻ ലൈൻ 100 മീറ്റർ ബഫർ. ഇലക്ട്രിക് ട്രാൻസ്മിഷൻ ലൈൻ കിലോവോൾട്ടിൽ നോ EHT ലൈൻ ക്രോസിംഗ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മളെ മാപ്പ് IDയിൽ നമുക്ക് കിട്ടുക. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും പഠിക്കട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.